ഹായ്, ഹാപ്പി വിഷു എല്ലാവർക്കും. അപ്പോൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ ഒരുക്കിയേ. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചോ? വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു കൈനീട്ടമൊക്കെ കിട്ടിയോ? അപ്പോൾ ഇവിടെ സദ്യയൊക്കെ ഒരുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യം അവിയലാണ് വെച്ചത്. എല്ലാം ഞാൻ ഇച്ചിരി ഇച്ചിരി വെച്ചാണ് വെച്ചത്. അപ്പോൾ അവിയൽ എല്ലാ കഷ്ണങ്ങളും ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ശകലം ഉപ്പൂടിയിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഞാൻ നല്ല വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങ തിരുവിയത്, പിന്നെ വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇതെല്ലാം ചതച്ചതും ശകലം തേങ്ങയും കൂടെ തടച്ചു വെച്ച് ഒന്ന് ആവി കയറിയപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് ആവി കയറ്റിയിട്ട് ഞാൻ ശകലം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർക്കുവാണെങ്കിൽ തേങ്ങ ചേർക്കുന്നതിന് ഒരു ശകലം കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർക്കാം. ഇതിപ്പോൾ തൈരാണ് ചേർത്ത് കൊടുത്തപ്പം തേങ്ങ അരപ്പും ചേർത്ത് കഴിഞ്ഞ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് ചേർത്ത്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിയലിൽ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ചേന, ചേമ്പ് അതൊക്കെ ഇച്ചിരി ഏറെ ഇടുവാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടുമേ അവിയലിന്. എന്നിട്ട് അവിയലപ്പോൾ ആദ്യമേ റെഡിയായി. എന്നിട്ട് വെച്ചതെന്ന് വെച്ചാൽ പരിപ്പാണ്. പയറുപരിപ്പ് വറുത്ത് അത് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് അതിൻ്റെ പരിപ്പാണ് ഞാൻ പരിപ്പ് വെച്ചത്. എന്നിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പുകൂടി ഇട്ട് ഒരു 7-8 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. വേവാൻ ഇച്ചിരി പാടാ. നല്ലപോലെ വിസിൽ കേൾപ്പിച്ച് നല്ല വെന്ത് കഴിഞ്ഞാണ് അരപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കി. പിന്നെ ക്യാബേജ് തോരന്. പരിപ്പ് നല്ല വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശകലം തേങ്ങയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ശകലം ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് ഈ തിളച്ച പരിപ്പിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ശകലം കറിവേപ്പില ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവേ. പരിപ്പിന് കടുക് ഇറക്കത്തില്ല. പിന്നെ വടക്കറിക്ക് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് സവാളയും ഉരുളൻകിഴങ്ങും ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴട്ടിയിട്ട് നല്ല വഴണ്ട് കഴിയുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. മുളക് പൊടി നല്ല കളർ വേണേ കറിക്ക്. അതിന് മുളക് പൊടി 1.5 സ്പൂണും മല്ലിപ്പൊടി 1 സ്പൂണ്, ശകലം മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ വഴട്ടിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ വഴണ്ട് കഴിയുമ്പം ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2ാം പാല് ആദ്യം ഒഴിച്ചു കൊടുത്ത് ഈ ഉരുളൻകിഴങ്ങൊക്കെ വേവാൻ ഇച്ചിരി പാടല്ലേ, അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വടയ്ക്കുള്ള നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഉഴുന്ന്. എന്നിട്ട് സേമിയ പായസമാണ് വെച്ചത്. അപ്പം പാല് നല്ല തിളച്ചപ്പോൾ വെർമസല്ലി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ കുറുക്കിയെടുത്തു. ചവ്വരിയും തിളപ്പിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തായിരുന്നേ. നല്ല വെർമസല്ലി നല്ല വെന്ത് വരുമ്പം ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതും വറുത്ത് അവസാനം ചേർത്ത് കൊടുക്കുവേ. അങ്ങനെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഉഴുന്ന് ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു ഇട്ടത് വെള്ളത്തിൽ. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഉഴുന്നുവടയുടെ പരുവത്തിന് അരച്ച് ഉപ്പൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. എന്നിട്ട് ശകലം ഇതുപോലെ സ്പൂണിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്തു കേട്ടോ. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞ് ഇത് എണ്ണയിലങ്ങ് പിന്നെ പപ്പടം കാച്ചാലോ. അങ്ങനെ ഉഴുന്നുവട ചെറുതായിട്ടുള്ള ഉഴുന്നുവടയും അതും എടുത്തിട്ട് ആയ കറിയിലോട്ട് 1ാം പാലും ചേർത്തായിരുന്നേ. അപ്പോൾ അതിനകത്തോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ വടക്കറിയും റെഡിയായേ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞാൻ വെച്ചത്. പിന്നെ പപ്പടവും കാച്ചിയായിരുന്നു കേട്ടോ. അവിയലും പിന്നെ തോരൻ, പിന്നെ ഏത്തയ്ക്ക പച്ചടി വെച്ചു, പിന്നെ കൂട്ടുകറി വെച്ചു. കൂട്ടുകറി എന്ന് വെച്ചാൽ ഈ വടക്കറിയാണേ. പിന്നെ പരിപ്പും ഉണ്ടാക്കി. പിന്നെ അച്ചാറൊക്കെ അമ്മയായിരുന്നേ തന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയിലൊക്കെ വിളമ്പി ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കഴിച്ചു. വിളക്കിൻ്റെ ഫ്രണ്ടിലും വിളമ്പി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ബായ്.